ഹായ് ഫ്രണ്ട്സ്, ഷെഫി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാടൻ കോഴിയെ എങ്ങനെ തരംതിരിച്ചറിയാം, എന്തുകൊണ്ട് നാടൻ കോഴി ഇപ്പോൾ അടയിരിക്കുന്നില്ല, ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നാടൻ കോഴികൾ എന്നാൽ എങ്ങനെ മനസ്സിലാക്കുക എന്നാണ്. അഴിച്ചു വിട്ട് ചപ്പും ചവറും ഒക്കെ ചികഞ്ഞ് ചിതലും പ്രാണിയും ഇലകളും ഒക്കെ സ്വന്തമായി ഭക്ഷണമായി കണ്ടെത്തുന്ന കോഴിയാണ് നാടൻ കോഴി. എൻ്റെ അറിവിൽ ഒറ്റ നോട്ടത്തിൽ നാടൻ കോഴിയെ അറിയാൻ കഴിയും. കാലിൻ്റെ വണ്ണം കുറവായിരിക്കും, കൂടാതെ കാലിൻ്റെ മഞ്ഞ നിറം കുറവാണ്. മറ്റൊന്നെന്ന് പറയുന്നത് അതിൻ്റെ പൂവാണ്. നാടനല്ലാത്തവർക്ക് മിക്കവാറും പൂവുകൾ മടങ്ങിയിരിക്കും. നാടൻ ഇനത്തിൽപ്പെട്ട കോഴികൾ തന്നെ കളറിൻ്റെയും സ്വഭാവത്തിൻ്റെയും ശാരീരികമായ പ്രത്യേകതയിലും പല പേരിലും അറിയപ്പെടുന്നുണ്ട്. തൊപ്പിക്കോഴി, നേക്കഡ് നെക്ക്, 90-ാം കോഴി, 60-ാം കോഴി, പുള്ളിക്കോഴി, കുറുകാലി, കരികിലക്കോഴി എന്നിങ്ങനെയൊക്കെയാണ്. പക്ഷേ നാടൻ കോഴി എല്ലാം തന്നെ അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിച്ചിറക്കുന്ന കോഴികളാണ്. നാടൻ തന്നെയാണെങ്കിലും ഫുഡ് അനുസരിച്ച് അടയിരിക്കാത്തവയും അമിത ഭാരം കൊണ്ട് അടയിരിക്കാത്തവയുമായ കോഴിയെ കാണാൻ സാധിക്കുന്നു. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ വളർത്തുന്ന രീതിയിൽ വന്ന മാറ്റമാണ്. നമ്മൾ വാങ്ങുന്ന ഫുഡുകളൊക്കെ കൊടുക്കുന്നുണ്ട് ഈ തീറ്റക്രമത്തിൽ നാടൻ കോഴിയുടെ സ്വഭാവത്തിലും മാറ്റമുണ്ടാക്കുന്നു. അതുകൊണ്ടാണ് ഒരുപാട് മുട്ടയിടുന്നതും അടയിരിക്കാതെ വരികയൊക്കെ ചെയ്യുന്നത്. പിന്നെയെന്ന് വെച്ചാൽ മുട്ടയിടുന്ന സ്ഥലം തിരഞ്ഞെടുക്കുന്ന വെളിച്ചമില്ലാത്തടത്തൊക്കെ നമ്മളിപ്പം സുരക്ഷിതം നോക്കി കമ്പിക്കൂടൊക്കെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ അവയുടെ അടയിരിക്കാനുള്ള ഒരു കഴിവാണ് അവിടെ നഷ്ടപ്പെടുന്നത്. പിന്നെ നമ്മുടെ വീടുകളിലും പഞ്ചായത്തുകളിൽ നിന്നൊക്കെ കിട്ടുന്ന മറ്റു വിഭാഗങ്ങളിൽപ്പെട്ട കോഴികൾ ക്രോസ് ആയാലും നാടൻ കോഴിയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരും. പിന്നെ നാടൻ കോഴി അല്ലാത്ത നമ്മുടെ വീട്ടുകളിലൊക്കെ വേറെ കോഴികളും ഉണ്ടല്ലോ, ഫാൻസി കോഴിയും. അവയൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ അവയെ വേറൊരു കൂട്ടിലിട്ട് തന്നെയായിട്ട് വളർത്തുക. ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ. ഉപകാരപ്പെട്ട ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.